ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാലക് പനീറാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടൊക്കെ ഉള്ളൊരു നല്ലൊരു പാലക് പനീർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിനെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പനീർ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പാലക് പനീറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകം എടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയൊരു സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ 2 പട്ട, ഒരു ഏലക്ക, 2-3 ഗ്രാമ്പൂ, ഒരു ബേ ലീഫ്, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ സൈസിലുള്ള സവാള അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള പാലക്ക് എടുത്തിട്ടുണ്ട്. പാലക്ക് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊരു 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഞാൻ ഈ ഒരു പരുവം ആയപ്പോഴത്തേക്കും കോരി മാറ്റിയിട്ടുണ്ട്. മാറ്റുന്നത് നമ്മൾ തണുത്ത വെള്ളം, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ അതെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ജീരകം ഇടണം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ, ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള മസാലകൾ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് ചൂടായി വരണം. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇപ്പോൾ ചെറിയൊരു കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി, സവാള അരിഞ്ഞു വെച്ചേക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് സവാളയുടെ ആവശ്യമില്ല, കുറച്ച് സവാള മതി. ഒരുപാട് സവാള വരുമ്പോൾ നമുക്കതിൻ്റെ പച്ച കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് സവാളയുടെ. അപ്പോൾ ഞാൻ ഈ പച്ചമുളക്, 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 സ്പൂണ് തൈര് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാലകളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് മസാലയുടെ ആവശ്യമില്ല. ഇപ്പം ഞാനിവിടെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പാലക്ക് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പനീറാണ്. ഞാൻ ഹോം മെയ്ഡ് പനീർ ചെയ്യുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കാണാത്ത ആളുകളെല്ലാവരും ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് അതൊന്ന് അതിൻ്റെ അകത്തൊക്കെ ഉള്ള ഗ്രേവിയുടെ ഇതൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ച് വന്നാൽ മാത്രം മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്.